പണിക്കർ ഇപ്പോൾ ബോർഡിലെ 2019 ബോർഡിലെ രണ്ടാമത്തെ അംഗവും അറസ്റ്റിലാവുകയാണ്. അപ്പോൾ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു, ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ, ബോർഡ് അംഗമായിരുന്ന എൻ വിജയകുമാർ, കെ പി ശങ്കർദാസ് ആരോഗ്യ പ്രശ്നങ്ങളിലാണ് എന്ന് മാത്രമല്ല അദ്ദേഹം നിയമ നടപടികൾ അറസ്റ്റ് ഒഴിവാക്കാനുള്ളത് നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ നോക്കൂ, ഒരു ബോർഡ് ആകെ, അതിലെ ഉദ്യോഗസ്ഥരും അതിലെ പൊളിറ്റിക്കൽ നോമിനീസ് ആകെയും പ്രതിസ്ഥാനത്ത് വരികയാണ്. അപ്പോൾ ഇനി ഉയരുന്ന ചോദ്യം, ഇതിപ്പോൾ ഇവരുടെ അധ്യക്ഷതയിൽ നടന്ന കാര്യമാണല്ലോ, അടുത്തത് ആരാണ് എന്നുള്ളതാണ്. അതിനകത്ത് ഈ അഗ്നിയിലേക്ക് വന്ന് ഈയലുകളൊക്കെ വീഴുന്ന പോലാണ് ഈ അയ്യപ്പ കോപം ഇവരെയൊക്കെ ഇത് ചെയ്തിരിക്കുന്നത്. കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരുടെ പുള്ളി അസ്വസ്ഥനാണ്, പുള്ളി സ്വയമേവ വന്ന് ഈ SITയുടെ മുമ്പിലേക്ക് ഹാജരാകുകയാണ്. അതുപോലെ ഡി മണി അവിടെ ആത്മഹത്യാ ഭീഷണി മുടക്കുകയാണ്. നമ്മുടെ പഴയ മന്ത്രി അദ്ദേഹത്തിന് ഉറക്കം നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ കള്ളൻ എന്നുള്ള വിളി മാറ്റണം, അങ്ങനെയൊക്കെയുള്ള ആ ഒരു കാര്യം. ഈ ഒരു അയ്യപ്പൻ്റെ കോപം എന്ന് പറയുന്നത് വളരെ തലമുറകൾക്ക് കൊടുക്കാവുന്ന ഒരു ഗിഫ്റ്റ് പോലെ ഇത്, സ്വർണ്ണക്കള്ളന്മാരെന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിൽ. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു സാധാരണമായിട്ടുള്ള ഒരു കൊള്ളയോ അല്ലെ സാധാരണമായിട്ടുള്ള ഇതോ അല്ല. വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട അഗാധമായിട്ട് ഇവരുടെയൊക്കെ ജീവൻ്റെ തന്നെ ആ ഒരു സത്വത്തെ തന്നെ ബാധിക്കുന്ന എന്ത് പ്രവൃത്തിയാണേലും, രാഷ്ട്രീയമാണേലും സിനിമയാണേലും ഏത് മേഖലയിലാണെങ്കിലും അവർ ഇതുവരെ സമ്പാദിച്ചോ അല്ലെ അവരുടെ തലമുറകൾ സമ്പാദിച്ചോ മൊത്തം നഷ്ടപ്പെടുകയും ഇനിയും വരാൻ പോകുന്ന തലമുറയ്ക്ക് പോലെ ഒരു അപഖ്യാതി അവർ നേടിക്കൊടുക്കുന്ന പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇതൊരിക്കലും ഇവരുടെ ആരുടെയും കയ്യിൽ നിൽക്കുന്ന രീതിയിലല്ല ഈ കാര്യങ്ങൾ. പാർട്ടിയിലോ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്താ പറഞ്ഞ അനുകൂല ഘടകങ്ങളായിട്ടോ ഇതിനെ ഒന്നും ആർക്കും സംരക്ഷിക്കാൻ പറ്റത്തില്ല. ആ രീതിയിൽ അയ്യപ്പൻ്റെ ആ ഒരു ഇത് പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കേണ്ടത്, ഇപ്പം തന്നെ നമ്മൾ ഈ സ്വർണ്ണക്കൊള്ളയായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ വ്യവസായിയുടെ റിപ്പോർട്ടൊക്കെ വന്നിരിക്കുന്നത്, ഇത് നമ്മുടെ പാളി തന്നെയാണ് ഇവർ കൈമാറ്റം ചെയ്യാൻ ശ്രമിച്ചത്, അദ്ദേഹത്തെ ഇതിനാണെന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. വളരെ വ്യക്തമാണ്, ചിത്രം വളരെ വ്യക്തമാണ്. ഇനിയിപ്പം ഈ ദൈവതുല്യരാണ്, ഹൈക്കമാൻഡ് ആരാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. ആരാണ് ഇതിൻ്റെയൊക്കെ കൺട്രോൾ നടത്തിയിരിക്കുന്നത്. ഈ മാത്രം സീരിയസ് ആയിട്ട് ഇത് ഒരു സംഭവം മാത്രമല്ല, കുറേ സീരിയസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വെളിച്ചത്ത് വരാനും അവിടുത്തെ ഈ കൊള്ള തന്നെ അല്ലാത്ത ശബരിമലയുടെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ആ ദേവചൈതന്യത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഇപ്പം തന്നെ നമ്മൾ കണ്ടു 36-37 ലക്ഷം ആൾക്കാർ അവിടെ എത്തി, ഏകദേശം 333 കോടി രൂപ അവിടെ കൊണ്ടുവന്ന് ഇത്രയും പ്രശ്നങ്ങളുള്ളപ്പോഴും ഭക്തരവിടെ കൊടുത്തു. ഒരു ഇതുമില്ലാതെ ഒരു മണ്ഡലകാലം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട, ഏകദേശം ഒരാൾ 1000 രൂപയ്ക്കകത്ത് ദേവസ്വത്തിൽ കാണിക്കായിട്ടോ ദക്ഷിണയായിട്ടോ അയ്യപ്പനിലുള്ള വിശ്വാസം അവരങ്ങനെ സമർപ്പിക്കുന്നുണ്ട് അവിടെ. അപ്പം അതിനൊക്കെ ഒരു ഉത്തരം കിട്ടിയേ പറ്റൂ. നമുക്കിതിനകത്തൊരു മൊത്തത്തിലൊരു വ്യക്തമായ ചിത്രം ഉണ്ടായേ പറ്റൂ. യഥാർത്ഥ അന്വേഷണം ആ രീതിയിൽ, ഈ പാളികൾ എവിടെയാണ് പോയിരിക്കുന്നത്, ആർക്കാണ് കൊടുത്തിരിക്കുന്നത്, കാലാകാലങ്ങളിൽ എന്തൊക്കെ അയ്യപ്പൻ്റെ സംഭവങ്ങൾ മോഷണം നടന്നിട്ടുണ്ട്, അവിടെ ആരൊക്കെയാണ് ഈ പ്രതികൾ, ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ആളെയൊക്കെ ഈ പറഞ്ഞ വലിയ മഹാതന്ത്രിയായിട്ടൊക്കെ അവതരിപ്പിച്ചത് ആരാണ്. അപ്പം അതിൻ്റെയുള്ള എല്ലാം വ്യക്തമായ ചിത്രം കേവലം രാഷ്ട്രീയമല്ല. പക്ഷേ ഈ ഒരു സാഹചര്യം തന്നെ അയ്യപ്പൻ തെരഞ്ഞെടുത്താണെന്നാണ് ഒരു അയ്യപ്പ വിശ്വാസി എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു കാര്യം. ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനലിൻ്റെയും ഇനിയും വരാൻ പോകുന്ന നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു ഫൈനൽ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയ്ക്ക് ഈ പ്രശ്നം വന്നുകൊണ്ടാണ് ഇത് ഇത്രമാത്രം മാധ്യമ ശ്രദ്ധയും ഇത്രമാത്രം ഇവരുടെ കൈകളിൽ ഒന്നും നിൽക്കാൻ പറ്റാത്ത ഹൈക്കോടതിയുടെയൊക്കെ ഇടപെടലുകൾക്ക് അത്ര വ്യക്തത വന്നത്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും ആ രീതിയിൽ തന്നെ എത്തും. ഇത് യഥാർത്ഥ അയ്യപ്പ വിശ്വാസികളുടെ മനസ്സ് കുളിരുന്ന രീതിയിൽ ഈ പറഞ്ഞ കൊള്ളക്കാരെ മൊത്തത്തിൽ നമ്മുടെ പൊതുസമൂഹത്തിൽ കാണിക്കപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ശരി.